ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ധാരാളം സമ്പത്തുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം ഒരു ദിവസം മരണപ്പെട്ടു. അങ്ങനെ അദ്ദേഹത്തിന് വേണ്ടി ഖബർ കുഴിക്കുന്ന സമയത്ത് ഖബർ കുഴി പൂർണ്ണമായി ജനങ്ങൾ വന്ന് നോക്കുമ്പോൾ അതിൽ വലിയൊരു സർപ്പം കിടക്കുന്നതായിട്ട് ഇങ്ങനെ കണ്ടു. അപ്പോൾ ഉടനെ ജനങ്ങൾ ആകെ പരിഭ്രാന്തരായി. അവർ ഉടനെ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങളുടെ അടുത്തേക്ക് ഓടിച്ചെന്നിട്ട് പറഞ്ഞു, ഖബർ കുഴിച്ചപ്പോൾ അത് വലിയ സർപ്പത്തെ കാണുന്നു. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ മാറ്റി കുഴിച്ചോളി, രണ്ടാമത് കുഴിച്ചപ്പോൾ അതിലും കാണുന്നു അതേ സർപ്പം, അതിലും കാണുന്നു. വീണ്ടും പറഞ്ഞു അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട്. അപ്പോൾ മൂന്നാമത് കുഴിക്കാൻ പറഞ്ഞു. മൂന്നാമത് കുഴിച്ചു, അതിലും കാണുന്നു വലിയൊരു സർപ്പം. അങ്ങനെ 7 ഖബർ അദ്ദേഹത്തിന് വേണ്ടി കുഴിച്ചു. 7ലും വലിയ സർപ്പം കണ്ടു. ജനങ്ങൾ അത്ഭുതപ്പെട്ടു. അപ്പോൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വന്നിട്ട് അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിച്ചു, ആ മരിച്ചാളെക്കുറിച്ച്. അപ്പോൾ അറിയാൻ കഴിഞ്ഞു അദ്ദേഹം വലിയ സമ്പത്തുള്ള ആളാണെങ്കിലും പക്ഷേ അദ്ദേഹം സക്കാത്ത് കൊടുക്കാത്ത ആളായിരുന്നു. അപ്പം മഹാനവർക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഖബറിൽ വലിയ സർപ്പം കാണാനിടയായത്. ഉടനെ ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, അദ്ദേഹത്തെ സർപ്പത്തോടുകൂടെ മറവ് ചെയ്തോളി. അദ്ദേഹം സക്കാത്ത് കൊടുക്കാതിരുന്ന കാരണത്താൽ അല്ലാഹു തആല ദുനിയാവിൽ തന്നെ ഒരു പാഠം നൽകിയതാണ്. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ധാരാളം സമ്പത്തുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം ഒരു ദിവസം മരണപ്പെട്ടു. അങ്ങനെ അദ്ദേഹത്തിന് വേണ്ടി ഖബർ കുഴിക്കുന്ന സമയത്ത് ഖബർ കുഴി പൂർണ്ണമായി ജനങ്ങൾ വന്ന് നോക്കുമ്പോൾ അതിൽ വലിയൊരു സർപ്പം കിടക്കുന്നതായിട്ട് ഇങ്ങനെ കണ്ടു. അപ്പോൾ ഉടനെ ജനങ്ങൾ ആകെ പരിഭ്രാന്തരായി. അവർ ഉടനെ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങളുടെ അടുത്തേക്ക് ഓടിച്ചെന്നിട്ട് പറഞ്ഞു, ഖബർ കുഴിച്ചപ്പോൾ അത് വലിയ സർപ്പത്തെ കാണുന്നു. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ മാറ്റി കുഴിച്ചോളി, രണ്ടാമത് കുഴിച്ചപ്പോൾ അതിലും കാണുന്നു അതേ സർപ്പം, അതിലും കാണുന്നു. വീണ്ടും പറഞ്ഞു അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട്. അപ്പോൾ മൂന്നാമത് കുഴിക്കാൻ പറഞ്ഞു. മൂന്നാമത് കുഴിച്ചു, അതിലും കാണുന്നു വലിയൊരു സർപ്പം. അങ്ങനെ 7 ഖബർ അദ്ദേഹത്തിന് വേണ്ടി കുഴിച്ചു. 7ലും വലിയ സർപ്പം കണ്ടു. ജനങ്ങൾ അത്ഭുതപ്പെട്ടു. അപ്പോൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വന്നിട്ട് അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിച്ചു, ആ മരിച്ചാളെക്കുറിച്ച്. അപ്പോൾ അറിയാൻ കഴിഞ്ഞു അദ്ദേഹം വലിയ സമ്പത്തുള്ള ആളാണെങ്കിലും പക്ഷേ അദ്ദേഹം സക്കാത്ത് കൊടുക്കാത്ത ആളായിരുന്നു. അപ്പം മഹാനവർക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഖബറിൽ വലിയ സർപ്പം കാണാനിടയായത്. ഉടനെ ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, അദ്ദേഹത്തെ സർപ്പത്തോടുകൂടെ മറവ് ചെയ്തോളി. അദ്ദേഹം സക്കാത്ത് കൊടുക്കാതിരുന്ന കാരണത്താൽ അല്ലാഹു തആല ദുനിയാവിൽ തന്നെ ഒരു പാഠം നൽകിയതാണ്. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.